നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പോളിംഗ് അവസാനിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ്. പലയിടത്തും രാത്രി വൈകിയും നീണ്ട ക്യൂ. അന്തിമ കണക്ക് വന്നാലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായേക്കില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ജനത്തെ വലച്ച് വോട്ടിംഗ് മെഷീന്റെ മെല്ലെപ്പോക്ക്. വിവിപാറ്റ് മെഷീനിലെ സ്ഥിരീകരണവും സൂചനാ ശബ്ദവും പുറത്തുവരുന്നതിലുണ്ടായ വേഗതക്കുറവ് വ്യാപക പരാതിക്കിടയാക്കി. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. ആവേശപൂർവ്വം മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. കണക്കുകൂട്ടലുമായി രാഷ്ട്രീയ നേതൃത്വം. എരുമപ്പെട്ടി മേഖലയിൽ വോട്ട് ചെയ്യാനെത്തിയ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വേലൂരിൽ കാൽ വഴുതി വീണ് ഒരു സ്ത്രീക്ക് പരിക്ക്. കേച്ചേരിയിൽ വോട്ട് ചെയ്യാനെത്തിയ മുതിർന്ന പൌരനായ വോട്ടർ കുഴഞ്ഞു വീണു. കടങ്ങോട്ടെ ഇടുങ്ങിയ പോളിംഗ് ബൂത്തിനെക്കുറിച്ച് പരാതി. വാർത്തകൾ വിശദമായി. പോളിംഗിൽ കുറവ്. കേരളം വിധിയെഴുതി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിച്ചപ്പോൾ കേരളത്തിൽ 70% പേരാണ് ജനവിധി കുറിച്ചത്. ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 6 മണിക്ക് സംസ്ഥാനത്തെ പോളിംഗ് 65.16% പോളിംഗ്. 6 മണിവരെ ബൂത്തിൽ എത്തിയവർക്ക് ടോക്കൺ നൽകിയിരുന്നു. ഇവർക്ക് ക്യൂ അനുസരിച്ച് വോട്ട് ചെയ്യാനാകും. പലയിടത്തും രാത്രി വൈകിയും നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.84% പോളിംഗ്. ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും 75-നു മുകളിൽ പോളിംഗും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കുറി അന്തിമ കണക്ക് വന്നാലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടായേക്കാൻ സാധ്യതയില്ല. ഇത് എന്തിന്റെ രാഷ്ട്രീയ സൂചനയാണ് എന്നത് സംബന്ധിച്ച് നാളെ മുതൽ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണമുണ്ടാകും. അന്തിമ ഫലമറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. 126-ാം ബൂത്തിൽ സമയം കഴിയാറായിട്ടും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനെക്കുറിച്ച് വോട്ടർമാർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചത്. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസ് വോട്ട് ചെയ്യാൻ നിന്നിരുന്നവരെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചത് LDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. തുടർന്ന് പോലീസുമായി നടന്ന രൂക്ഷമായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. രാവിലെ മുതൽ തന്നെ 126-ാം ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞാണ് നീങ്ങിയത്. വോട്ടെടുപ്പിന്റെ സമയം കഴിഞ്ഞിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ 100-നു മുകളിൽ വോട്ടർമാർ കാത്തു നിൽക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ടിംഗ് വൈകിക്കുകയായിരുന്നുവെന്ന് LDF പ്രവർത്തകർ ആരോപിക്കുന്നു. തൊട്ടടുത്തുള്ള ബൂത്തുകളിലെല്ലാം വേഗത്തിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു. വോട്ടെടുപ്പ് വേഗത്തിലാക്കണമെന്ന് വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് ചെവികൊണ്ടില്ലെന്ന് പറയുന്നു. ഇതേ തുടർന്നാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. CCTV ന്യൂസ്, വേലൂർ. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ EMLP സ്കൂളിലെ 2-ാം ബൂത്തിൽ 6 മണി കഴിഞ്ഞിട്ടും വോട്ടെടുപ്പ് കഴിഞ്ഞില്ല. തുടർന്ന് ക്യൂവിൽ നിന്നവർക്ക് ടോക്കൺ നൽകി. 60ഓളം പേർക്കാണ് ടോക്കൺ നൽകിയത്. ഈ ബൂത്തിൽ 1300 വോട്ടോളമുണ്ട്. രാവിലെ മുതൽ ഈ ബൂത്തിൽ മെല്ലെയാണ് വോട്ടിംഗ് പുരോഗമിച്ചിരുന്നത്. പഞ്ചായത്ത് ഓഫീസിലെ ബൂത്തിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പഞ്ചായത്തിൽ രാവിലെ മുതൽ വോട്ടെടുപ്പിന് വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. 16 വാർഡുകളിലെ 19 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോർക്കുളം ദേവിവിലാസം സ്കൂളിലെ 57, 58 ബൂത്തുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പലരും മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. വോട്ടർമാർക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പന്തലും ഒരുക്കി. പോളിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട നിര. ചൂണ്ടൽ, കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിലാണ് വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടും വോട്ട് രേഖപ്പെടുത്താനായുള്ള 100 കണക്കിന് ആളുകളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്.
ചൂണ്ടൽ വില്ലേജ് കൃഷിഭവൻ, പാറന്നൂർ സ്കൂൾ, കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, മണലി നാഷണൽ സ്കൂൾ, നമ്പഴിക്കാട് വായനശാല, മറ്റം ഗേൾസ് ഹൈസ്കൂൾ, കണ്ണാണിശ്ശേരി വായനശാല തുടങ്ങി വിവിധ ബൂത്തുകളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ 6 മണി പിന്നിട്ടിട്ടും 100 കണക്കിന് ആളുകൾ അവശേഷിച്ചത്. വിവിപാറ്റ് മെഷീന്റെ സാങ്കേതിക പിഴവും കനത്ത ചൂടുമാണ് വോട്ടർമാരെ വലച്ചത്. വിവിപാറ്റ് മെഷീനിൽ നിന്നുള്ള ബീപ് ശബ്ദം പുറത്തുവരാനുള്ള കാലതാമസം രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയ്ക്ക് കാരണമായിരുന്നു. കൂടാതെ കത്തുന്ന വെയിലിന്റെ ചൂടിൽ കാഠിന്യം കുറയാനായി ആളുകൾ കാത്തിരുന്ന് വൈകിട്ട് കൂട്ടത്തോടെ എത്തിയതും തിരക്കിന് കാരണമായി. രാത്രി വൈകിയും പോളിംഗ് തുടർന്നതോടെ പലയിടത്തും വെളിച്ചത്തിന്റെയും കുടിവെള്ളത്തിന്റെയും അപര്യാപ്തത വെല്ലുവിളിയായി. 6 മണിവരെ ക്യൂ ഉണ്ടായിരുന്നവർക്ക് ടോക്കൺ കൊടുത്ത് വോട്ടെടുപ്പ് ക്രമീകരിച്ചു. ഉച്ചമുതൽ വരി നിന്നവർക്കും വൈകി വോട്ട് ചെയ്യാനാകാതിരുന്നത് ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കും കാരണമായി. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് സംഘം വിവിധ ബൂത്തുകളിലെത്തിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. വയലത്തൂർ, തിരുവളയന്നൂർ എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ രാത്രി വൈകിയും വോട്ടിംഗ് തുടർന്നു. 6 മണിവരെ ക്യൂവിൽ നിന്നവർക്ക് ടോക്കൺ നൽകിയിരുന്നു. വോട്ടിംഗ് തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 74 നമ്പർ ബൂത്തിൽ എത്തിയ കാട്ടുശ്ശേരി വീട്ടിൽ സുധാകരന് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനായില്ല. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് ടെൻഡർ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. വടക്കേക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് പെട്രോളിംഗും ഉണ്ടായിരുന്നു. സെക്ടറൽ ഓഫീസർ L. ലേഖയുടെ നേതൃത്വത്തിൽ ബൂത്തുകളിൽ പരിശോധന നടത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും വിവിധ മേഖലകളിലെ പ്രമുഖരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. LDF, NDA സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മുറ്റിച്ചൂർ ALP സ്കൂളിലെ 29 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മാതാവിനും ഭാര്യയ്ക്കും മകനുമൊപ്പം വോട്ടെടുപ്പ് കേന്ദ്രത്തിലെത്തിയ സുനിൽകുമാർ 1 മണിക്കൂറോളം വരിയിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് LP സ്കൂളിലാണ് തന്റെ വോട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് സുരേഷ് ഗോപി തന്റെയും കുടുംബത്തിന്റെയും വോട്ടുകൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് മാറ്റിയത്. UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെ 86 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മണ്ണലൂർ MLA മുരളി പെരുന്നെല്ലി ഊരകം AUP സ്കൂളിലെ 101 നമ്പർ ബൂത്തിൽ കുടുംബത്തിനൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. സിനിമാ താരവും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമായ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിലാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. ചലച്ചിത്ര താരം ഇർഷാദ് അലി കേച്ചേരി പട്ടിക്കര മൊയ്തു മെമ്മോറിയൽ LP സ്കൂളിലെ 40 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ 65 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റവന്യൂ മന്ത്രി K. രാജൻ അന്തിക്കാട് ഹൈസ്കൂളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു കേരളവർമ്മ കോളേജിലും തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കുമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെ 86 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. LDFും BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. 18 LDFും 2 BJPയും. അതാണ് അന്തർധാരയുടെ ഫോർമുല. തൃശൂരും തിരുവനന്തപുരവും BJPക്കും ബാക്കി LDFനും എന്ന ധാരണ തങ്ങൾ പൊളിക്കും എന്നും എല്ലാ കാര്യവും പിണറായി അറിഞ്ഞു നടക്കുന്നുവെന്നും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി CPIM ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. 100% വിജയം UDFന് ഉറപ്പാണ്. കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കും. തൃശ്ശൂരിൽ UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ്. അതെല്ലാം UDFന് തികച്ച് അനുകൂലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പിച്ചു. ഇന്ന് EP ജയരാജന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തർധാരയുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തു. അന്തർധാര വളരെ ശക്തമാണ്. 18 LDFും 2 BJP. അതാണ് അവിടുത്തെ അന്തർധാരയുടെ ഫോർമുല. തിരുവനന്തപുരം തൃശ്ശൂരും BJPക്ക്, ബാക്കി 18 സീറ്റിൽ LDF. ഈ ധാരണ ഞങ്ങൾ പൊളിക്കും, ഒരു സംശയവും വേണ്ട. ഉണ്ടല്ലോ, തൃശ്ശൂരും തിരുവനന്തപുരം BJPക്ക്, 18 LDFന്. അതാണ് അന്തർധാരയുടെ ഫോർമുല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ.
ഗുരുവായൂരിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ പരാജയഭീതിയിലുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിൽ അവർ തന്നെ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. LDF BJP അന്തർധാര എന്ന TN പ്രതാപന്റെയും UDF സ്ഥാനാർത്ഥിയുടെയും പ്രസ്താവന സാധാരണക്കാർ വിശ്വസിക്കില്ല. കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടിയിരുന്ന ചാവക്കാട്ടെ റാലി മാറ്റിവെച്ചത് UDFന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. പൗരത്വ നിയമത്തെക്കുറിച്ച് കേന്ദ്ര നേതാക്കന്മാർക്ക് കൃത്യമായ മറുപടി പറയേണ്ടിവരും എന്നതിനാലാണ് റാലി മാറ്റിവെക്കാൻ കാരണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം UDF കേന്ദ്ര നേതൃത്വം എഴുതി തള്ളിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഇത്തവണ BJPക്ക് ലഭിക്കില്ല. BJP 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. നരേന്ദ്രമോദിയുടെ വിഷം വമിക്കുന്ന പ്രസ്താവന ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമല്ല പ്രതിഷേധം ഉളവാക്കിയിരിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ആശങ്കയാണ് ഇതുണ്ടാക്കിയത്. നരേന്ദ്രമോദിയുടെ പ്രസ്താവന അടക്കമുള്ള വിഷയങ്ങൾ LDFന് അനുകൂലമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഇവിടെ 3ാം സ്ഥാനത്ത് പോകും. 3ാം സ്ഥാനത്ത് 2ാം സ്ഥാനം സംബന്ധിച്ച തർക്കം അവർക്കുണ്ടെങ്കിലും BJP 3ാം സ്ഥാനത്ത് പോകുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ 2019 ഇലക്ഷന് പിടിച്ച വോട്ടൊന്നും ഇത്തവണ പിടിക്കാൻ പോകുന്നില്ല. BJP അതിന് പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. പ്രത്യേകിച്ചും നരേന്ദ്രമോദി അവസാനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ വിഷം വമിക്കുന്ന പ്രസ്താവന അത് ഏതെങ്കിലും സമുദായത്തിനിടയിൽ മാത്രമല്ല പ്രതിഷേധവും ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ മതേതര വിശ്വാസികളായ ആളുകൾക്കിടയിലും ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതിഫലിക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, LF കോളേജ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സുനിൽ കുമാർ സന്ദർശനം നടത്തിയത്. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPM ലോക്കൽ സെക്രട്ടറി KR സൂരജ്, RV ഇക്ബാൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കണ്ണന്റെ അനുഗ്രഹം തേടിയെത്തി. മുക്കാട്ടുകര സെന്റ് ജോർജ് സ്കൂളിൽ കുടുംബസമേതം വോട്ട് ചെയ്ത ശേഷം രാവിലെ 9 മണിയോടെയാണ് സുരേഷ് ഗോപി ക്ഷേത്രനടയിലെത്തിയത്. BJP പ്രവർത്തകർക്കൊപ്പം തെക്കേ നടപ്പുര വഴി ഗണപതി ക്ഷേത്രത്തിലെത്തി നാളികേരമുടച്ചു. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുതു. താരത്തെ കണ്ട് ദർശനത്തിന് വരിയിൽ നിന്നിരുന്നവരടക്കം ഓടിയെത്തി സെൽഫി എടുക്കാൻ തിരക്ക് കാട്ടി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 65ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. രാവിലെ 8 മണിയോടെയാണ് രമ്യ വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി എരുമപ്പെട്ടിയിൽ പറഞ്ഞു. മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടയിൽ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ഇതെല്ലാം UDFന്റെ വിജയത്തിന് അനുകൂലമാണെന്നും വോട്ടർമാർ വലിയ ആവേശത്തിലാണ് തന്നെ സ്വീകരിക്കുന്നതെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. നമ്മുടെ ബൂത്തുകളിലെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ആണ്. അത് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും എല്ലാവരും. കാരണം വളരെയധികം പോസിറ്റീവായിട്ടാണ്. കാരണം ഇന്ന് വരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ പ്രാർത്ഥനയും പിന്തുണയും അത് അതേ ലെവലിൽ ഒരു ലെവലേശം പോലും കുറയാതെ കാലത്ത് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരുന്നു. കൂടുതലും അമ്മമാരും ഉമ്മമാരും സഹോദരിമാരുമാണ് കാലത്തെ നേരത്തെ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത്. കാരണം അവർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതിയ വോട്ടർമാർ, കന്നി വോട്ടർമാർ ഒത്തിരി അധികം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വനിതകളുടെ, എല്ലായിടത്തും വനിതകളുടെ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പം അതിൻ്റെതായിരിക്കുന്ന ഒരു മുൻതൂക്കം ആലത്തൂർ പാർലമെന്റിനകത്തുണ്ട്. ആലത്തൂരിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ഡോക്ടർ TA സരസു വെമ്പല്ലൂർ വടക്കുഭാഗം SNKUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ആലത്തൂരിൽ NDA മികച്ച നേട്ടം സ്വന്തമാക്കുമെന്ന് അവർ പറഞ്ഞു. ചാവക്കാട് തീരമേഖലയിൽ ഭേദപ്പെട്ട പോളിംഗ് യന്ത്രത്തകരാർ പലയിടത്തും പരാതിക്കിടയാക്കി. വൈകിട്ട് കാത്തുനിന്ന പലരും വോട്ട് ചെയ്യാനാകാതെ മടങ്ങേണ്ടിയും വന്നു.
മേഖലയിൽ ബൂത്ത് 48-49 എടക്കഴിയൂർ GMLP സ്കൂളിൽ സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ വലിയ നിര തന്നെയുണ്ടായിരുന്നു. സ്ത്രീ വോട്ടർമാരാണ് ഇവിടെ കൂടുതലായി എത്തിയത്. കൂടാതെ ബൂത്ത് 126 കുമാർ AUP സ്കൂൾ തിരുവത്ര, ബൂത്ത് 132 ഫിഷറീസ് UP സ്കൂൾ കോട്ടപ്പുറം, ബൂത്ത് 144 ഫിഷറീസ് UP സ്കൂൾ മണത്തല, ചപ്പറമ്പ് തുടങ്ങി ഗുരുവായൂർ മണ്ഡലത്തിലെ 60ഓളം ബൂത്തുകളിൽ സമയം കഴിഞ്ഞിട്ടും പോളിംഗ് നടക്കുകയാണ്. മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 4 ബൂത്തുകളിൽ മോക്ക് പോൾ ആരംഭിച്ചപ്പോൾ മെഷീൻ തകരാർ കാണിച്ചു. ഇത് മാറ്റി സ്ഥാപിച്ച് രാവിലെ തന്നെ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് കുറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വലിയ നിര തന്നെയുണ്ടായിരുന്നു. മേഖലയിൽ 9 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുരുവായൂർ MLA NK അക്ബർ ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ബ്ലാങ്ങാട് മാട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. CCTV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് മേഖലയിൽ മോക്ക് പോൾ വോട്ട് ആരംഭിച്ച സമയം മേഖലയിൽ 4 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി. പിന്നീട് ഇവ മാറ്റി സ്ഥാപിച്ചാണ് പോളിംഗ് ആരംഭിച്ചത്. രാവിലെ തന്നെ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ മേഖലയിൽ ചില ബൂത്തുകളിൽ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ വലിയ വരി അനുഭവപ്പെട്ടു. ഗുരുവായൂർ MLA NK അക്ബർ ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ബ്ലാങ്ങാട് മാട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ പരിധിയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ്. അദ്ദേഹത്തിന് വളരെ സ്വീകാര്യതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട്. ഈ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി സെഗ്മെൻറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണുള്ളത്. ആ നിലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. എൻ്റെ ഒരു വിലയിരുത്തൽ കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷം നേടുമെന്നുള്ളത്. തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമുണ്ടെന്ന് LDF ജില്ലാ കൺവീനറും മുൻ MLA-യുമായ KV അബ്ദുൽ ഖാദർ ബ്ലാങ്ങാട് മാട് ഹിദായത്തുൽ അവാബ് എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTV-യോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അനുകൂലമായ വലിയ പൊതുജനാഭിപ്രായം ശക്തമാണെന്നും വലിയ ഭൂരിപക്ഷത്തോടെ ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ദൃശ്യമാണ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അനുകൂലമായ ഒരു വലിയ ബഹുജനാഭിപ്രായം നേരത്തെ തന്നെ ശക്തമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് LDF-ന്റെ ജില്ലാ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് C നിവേദിത ഗുരുവായൂർ GUP സ്കൂളിലെ 109 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിയോടെ 3 മക്കളോടൊപ്പമാണ് ഇവർ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. തിരക്ക് കാരണം 1 മണിക്കൂറോളം വരി നിന്നാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തുടർന്ന് പൊന്നാനി മണ്ഡലത്തിലെ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. പോളിംഗ് ബൂത്ത് 109 ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നു. എന്റെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പോലെ എല്ലാവരും അത് ഉപയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര. ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലാണ് വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായത്. രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ അനുഭവപ്പെട്ടത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ ഭാഗമായുള്ള VVPAT മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന ബീപ് ശബ്ദം വരുന്നതിന് സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നതാണ് തിരക്ക് കൂടുന്നതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. സാധാരണ രീതിയിൽ 7 സെക്കൻഡ് സമയമാണ് ശബ്ദം പുറത്തുവരുന്നതിനായി മെഷീനിൽ സജ്ജമാക്കിയിട്ടുള്ളത്. എന്നാൽ 15 സെക്കൻഡിലേറെ സമയം ശബ്ദം വരുന്നതിന് എടുക്കുന്നതായാണ് പറയുന്നത്. സാങ്കേതികമായ പിഴവാണ് സമയം കൂടുതൽ എടുക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തെ തുടർന്ന് ഏറെ നേരം കാത്തിരുന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ബൂത്തുകളിലും കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. VVPAT മെഷീനിൽ നിന്ന് ബീപ് ശബ്ദം വരുന്നതിന് സമയക്കൂടുതൽ എടുക്കുന്നുവെന്ന വിവരമറിഞ്ഞ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മുരളി പെരുന്നല്ലി MLA, CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ എന്നിവർ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്.
എനിക്ക് തോന്നുന്നത് ഇവിടെ വളരെ അപൂർവമായിരിക്കും. ഇതിലിപ്പോൾ ഈ മെഷീനെ യന്ത്രത്തിൽ ഈ വോട്ട് ചെയ്ത ശേഷമുള്ള ബീപ്പ് ശബ്ദം കേൾക്കാൻ സമയം കൂടുതൽ പിടിക്കുന്നുണ്ട് ചില ബൂത്തുകളിൽ. അങ്ങനെയുള്ള ബൂത്തുകളിലാണ് ഇപ്പോൾ വി വി പാറ്റ് മെഷീൻ അതിൻ്റെ ചിഹ്നം പിന്നെ കട്ട് ചെയ്ത് വീഴാനുള്ള സമയം 7 സെക്കൻഡ് എന്നുള്ളത് ചിലടത്ത് 10 സെക്കൻഡൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വോട്ടർമാർ അവിടെ കുറച്ച് സമയം നിൽക്കുന്നു. അപ്പോൾ ഓരോ മിനിറ്റിലും കൂടുതൽ വോട്ടർമാർ കയറുന്നതിന് പകരം കുറച്ച് വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം കൂടെ എല്ലായിടത്തും പറയുന്നുണ്ട്. ഇലക്ഷൻ ജയിക്കും, LDF ജയിക്കും. CCTV ന്യൂസ്, കേച്ചേരി. കേച്ചേരിയിൽ വോട്ട് ചെയ്യാനെത്തിയ മുതിർന്ന പൗരനായ വോട്ടർ കുഴഞ്ഞു വീണു. മഴുവഞ്ചേരി സ്വദേശി നെല്ലിക്കുന്ന് വീട്ടിൽ സെബാസ്റ്റ്യനാണ് കുഴഞ്ഞു വീണത്. 72 വയസ്സായിരുന്നു. ജ്ഞാനപ്രകാശിനി UP സ്കൂളിലെ 52-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ്, പോലീസ് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ മിഥുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. കനത്ത ചൂടാണ് കുഴഞ്ഞു വീഴുന്നതിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. VS സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും BJP തോൽക്കുമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ 65-ാം നമ്പർ ബൂത്തിൽ മകൻ ഹിമവാനോടൊപ്പം വന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു പ്രതികരണം. CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ്, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് എന്നിവരും കൂടെയുണ്ടായിരുന്നു. BJP തോൽക്കും, പകരം ഒരു സംവിധാനം കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വരും. സുനിൽകുമാർ ആവേശകരമായ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലെന്ന് ഇപ്പോൾ പറയാം. ഗാന്ധിയൻ കൃഷ്ണൻ 100ന്റെ നിറവിലും ചുറുചുറുക്കോടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ വലിയ പുരയ്ക്കൽ കൃഷ്ണനാണ് 100ാം വയസ്സിലും നടന്നു വന്ന പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. വീട്ടിൽ വോട്ട് എന്ന പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ താൻ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാമെന്ന് കൃഷ്ണൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. പോളിംഗ് ബൂത്തിലെ തിരക്കും നാട്ടുകാരെയും നേരിട്ട് കാണാനുള്ള അവസരമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. രാവിലെ 8:30യോടെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 106-ാം ബൂത്തിൽ കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. 90-കാരിയായ ഭാര്യ അമ്മുക്കുട്ടിയോടൊപ്പം മകൻ ജയരാജൻ, മരുമകൾ ഗിരിജ, പേരമക്കളായ അശ്വതി, മിത്രവിന്ദ എന്നിവരോടൊപ്പം കാറിലാണ് വോട്ടെടുപ്പ് കേന്ദ്രത്തിലെത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങി നടന്ന് പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. തീരദേശ മേഖലകളിൽ പോളിംഗ് ശക്തം. മിക്ക സ്ഥലങ്ങളും സാമാന്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പുന്നേർകുളം, പുന്നയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്ത് പരിധികളിൽപ്പെടുന്ന വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 64 ബൂത്തുകളാണുള്ളത്. വടക്കേക്കാട് പഞ്ചായത്ത് 20 ബൂത്തുകളിൽ കൗക്കാനിപ്പെട്ടി സ്കൂൾ, തിരുവളയന്നൂർ സ്കൂൾ എന്നിവ പ്രശ്നബാധിത ബൂത്തുകളാണ്. പുന്നയൂരിലെ 18 ബൂത്തുകളിൽ GMLP സ്കൂൾ വടക്കേ പുന്നയൂർ, പോക്കർ ഹാജി മെമ്മോറിയൽ സ്കൂൾ കുഴിങ്ങര, ഷറഫുൽ ഇസ്ലാം മദ്രസ എടക്കര, MIC സ്കൂൾ അകലാട്, AMUP സ്കൂൾ അകലാട് എന്നിവയാണവ. പുന്നേർകുളത്ത് 26 ബൂത്തുകളിൽ GMLP സ്കൂൾ ചമ്മന്നൂർ, കുപ്രവള്ളി സ്കൂൾ പരൂർ എന്നിവയാണ് പ്രശ്ന ബൂത്തുകൾ. വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. നിലവിലുള്ള പോലീസ് സംവിധാനത്തിന് പുറമെ സ്പെഷ്യൽ പോലീസിനെയും നിരീക്ഷണ ക്യാമറ സംവിധാനവും ഒരുക്കിയിരുന്നു. പോലീസ് വാഹനങ്ങൾ കൂടാതെ സ്വകാര്യ വാഹനങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ചും മേഖലകളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. വേലൂർ പഞ്ചായത്തിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തി. 7 മണിയോടെയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വേലൂർ പള്ളി സ്കൂൾ, പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ എന്നീ ബൂത്തുകളിൽ തിരക്ക് ദൃശ്യമായിരുന്നു. പഞ്ചായത്തിലാകെ 20 ബൂത്തുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വേലൂർ പള്ളി സ്കൂളിലാണ്. 4 ബൂത്തുകളിലായി 4495 വോട്ടർമാരാണ് ഉള്ളത്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് NK അക്ബർ MLA. ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിനോടുള്ള ശക്തമായ എതിർപ്പാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായ തിരക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് കാണുന്ന ജനം അവരെ അകറ്റി നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നേടുമെന്നുള്ള കാര്യത്തിൽ അതിരാവിലെ തന്നെ വലിയ രീതിയിലുള്ള ക്യൂ
നമ്മൾ കാണുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ്. കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ രാഷ്ട്രീയവും BJPയിലേക്കുള്ള അവരുടെ നേതാക്കന്മാരുടെ ഒഴിഞ്ഞുപോക്കുമെല്ലാം 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് LDF നടത്തുന്നത്. പോർക്കുളം പഞ്ചായത്തിൽ 6 പോളിംഗ് സ്റ്റേഷനുകളിലായി 12 ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടന്നത്. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 55-ാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാർ മൂലം 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പുതിയ യന്ത്രം എത്തിച്ചതിന് ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. പഞ്ചായത്തിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ എല്ലാം ഉച്ചവരെ ശക്തമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 55-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം എത്തിയ റഫീഖ് അഹമ്മദ് 1.5 മണിക്കൂറോളം വരി നിന്നതിന് ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭാവിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും വളരെ ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നതെന്നും റഫീഖ് അഹമ്മദ് CCTVയോട് പ്രതികരിച്ചു. ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറേ സമയം കാത്തുനിന്നിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ തെരഞ്ഞെടുപ്പുകൾ വേണോ വേണ്ടയോ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വളരെ ആശങ്കയോടു കൂടിയിട്ടും ഉത്കണ്ഠയോടും കൂടിയും കാത്തിരിക്കുന്നു. എരുമപ്പെട്ടി മേഖലയിൽ വോട്ട് ചെയ്യാനെത്തിയ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വേലൂരിൽ കാൽ വഴുതി വീണ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ കുറുവന്നൂർ വടക്കൻ വീട്ടിൽ ജോളിയാണ് കാൽ വഴുതി വീണ് പരിക്കേറ്റത്. 156-ാം ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ജോളി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. പുറകുവശത്ത് ശക്തമായ വേദനയെ തുടർന്ന് ജോളിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ട് ചെയ്യാനെത്തിയ കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ സുമതി, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവതിയുമാണ് കുഴഞ്ഞു വീണത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സുമതി കുഴഞ്ഞു വീണത്. തുടർന്ന് കരിയന്നൂരിലുള്ള മിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വരണം എന്നാണ് തന്റെ ആഗ്രഹമെന്ന് കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് കരിക്കാട് സ്കൂളിലെ 31-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം CCTVയോട് സംസാരിക്കുകയായിരുന്നു ഹരിനാരായണൻ. സമ്മതിദാനം നിർവഹിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. അത് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി എൻ്റെ സമ്മതിദാനം നിർവഹിക്കും. കടങ്ങോട് പഞ്ചായത്തിലെ 121-ാം ബൂത്തിലെ അസൗകര്യം വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിലാക്കി. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് 121-ാം ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഇടുങ്ങിയ റൂമിലാണ് ബൂത്ത് ഒരുക്കിയിരുന്നത്. അതിനാൽ തന്നെ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയായിരുന്നു. ഏകദേശം 6 മണിക്ക് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ബൂത്തിൽ ഇടം പിടിച്ചിരുന്നു. 1544 വോട്ടർമാരാണ് ബൂത്തിലുള്ളത്. കുടുംബശ്രീ ഓഫീസിനു മുന്നിലെ മറ്റൊരു കെട്ടിടവും ഇടുങ്ങിയ വരാന്തയും മൂലം ഇതുവഴി വോട്ടർമാർക്ക് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അംഗപരിമിതരും വയോധികരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയത്. വോട്ടർമാർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ചാവക്കാട് അമൃത വിദ്യാലയമായിരുന്നു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മികച്ച മാതൃകാ ബൂത്ത്. ഹരിതചട്ടം പാലിച്ചാണ് ഇവിടെ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ വോട്ട് ചെയ്യുവാനായി ഓല കൊണ്ട് നിർമ്മിച്ച കവാടവും വ്യത്യസ്ത നിറങ്ങളിലുള്ള ബലൂണുകൾ കൊണ്ടുള്ള കവാടവും വോട്ടിംഗിന് ശേഷം ഫോട്ടോ എടുക്കുവാനായി നിർമ്മിച്ച സെൽഫി ബൂത്തും ഏറെ ആകർഷണമായി. കൂടാതെ പ്രകൃതിയോട് ഒത്തിണങ്ങിയ കുരുത്തോല കൊണ്ടുള്ള അരങ്ങുകളും മാലിന്യം നിക്ഷേപിക്കാനായി ഓല കൊണ്ട് നിർമ്മിച്ച കൊട്ടകളും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള പ്രത്യേക മുറിയും വൃദ്ധജനങ്ങൾക്കായുള്ള വിശ്രമമുറിയും വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ നിന്ന് മാതൃകാ ബൂത്തായി 164 ബൂത്ത് തെരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ അതീതാമൃത ചൈതന്യ CCTVയോട് പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 189 പോളിംഗ് ബൂത്തുകളിൽ ചാവക്കാട് അമൃത വിദ്യാലയത്തെ മാതൃകാ പോളിംഗ് ബൂത്തായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിനോടൊപ്പം തന്നെ അമ്മയ്ക്കും കുഞ്ഞിനു വേണ്ടിയും വൃദ്ധരായവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം മുറികളും കുടിവെള്ള സൗകര്യവും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ഒരു മാതൃകയായി തീരുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. BLO ശരത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോളിംഗിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. CCTV ന്യൂസ് ചാവക്കാട്.
കടങ്ങോട് പഞ്ചായത്തിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങാനിടയാക്കി. വെള്ളറക്കാട് വില്ലേജിന് സമീപമുള്ള അംഗൻവാടിയിലെ 125-ാം ബൂത്തിൽ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ നടത്താനിരിക്കെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 6:30 തന്നെ തകരാർ പരിഹരിച്ചെങ്കിലും മോക്ക് പോൾ നടപടികൾ പൂർത്തിയാക്കി വോട്ടെടുപ്പ് തുടങ്ങാൻ കഴിഞ്ഞത് 7:30ഓടെയാണ്. അരമണിക്കൂർ വൈകിയതിനാൽ വലിയ തിരക്ക് ബൂത്തിന് മുന്നിൽ അനുഭവപ്പെട്ടു. മരത്തംകോട് MPM UP സ്കൂളിലെ 128-ാം ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചയുടൻ തന്നെ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പലതവണയാണ് യന്ത്രം പണിമുടക്കിയത്. ഇത് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങാൻ ഇടയാക്കി. വോട്ടർമാർ മണിക്കൂറുകളോളം വരിയിൽ നിന്ന് വലഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെ 123-ാം ബൂത്തിലും 126-ാം ബൂത്തിലും, എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് കോട്ടപ്പുറം 144-ാം ബൂത്തിലും, ചിറ്റണ്ട സ്കൂളിലെ 148-ാം ബൂത്തിലും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയത് വോട്ടർമാരെ ബുദ്ധിമുട്ടിലാക്കി. കതിർ മണ്ഡപത്തിൽ നിന്ന് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് നവദമ്പതിമാർ. കിഴക്കേച്ചെറായി ചേമ്പ്ര വീട്ടിൽ പരേതനായ മണിയുടെയും ഉമയുടെയും മകൾ സരസ്വതിയും, പാലക്കാട് കപ്പൂർ വെപ്പിൽ ഹൌസിൽ ഭാസ്കരൻ കമലാക്ഷി ദമ്പതികളുടെ മകൻ കിരണുമാണ് താലികെട്ട് കഴിഞ്ഞ് നേരെ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. സരസ്വതിക്ക് ചെറായി ഗവൺമെന്റ് UP സ്കൂളിലും കിരണിന് പാലക്കാട് കപ്പൂരിലുമാണ് വോട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30-നും 10:30-നും മധ്യേ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. താലികെട്ട് കഴിഞ്ഞ ഉടനെ ആദ്യം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ 3-ാം നമ്പർ ബൂത്തിൽ വരനോടൊപ്പം എത്തി സരസ്വതി വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് വന്നേരിയിലെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് കപ്പൂരിലെത്തി കിരണും തന്റെ സമ്മതിദാനം വിനിയോഗിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ കൊരട്ടിക്കര സ്കൂളിലെ 32-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചതിനാൽ 10 മിനിറ്റ് പോളിംഗ് നിർത്തിവെച്ചു. പോളിംഗ് തുടങ്ങി 30ഓളം വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചത്. തുടർന്ന് വോട്ടിംഗ് മെഷീൻ മാറ്റി വീണ്ടും പോളിംഗ് ആരംഭിച്ചു. പഞ്ചായത്തിൽ 14 പോളിംഗ് സ്റ്റേഷനുകളിലായി 27 ബൂത്തുകളാണ് വോട്ടിംഗിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ട് ചെയ്യുന്നത് സ്വയം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച യുവാവിനെ വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി 29 വയസ്സുള്ള റെജിലിനെയാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. അകലാട് മൊഹീദ്ദീൻപള്ളി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ബൂത്ത് നമ്പർ 32-ൽ ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ 212 അനുസരിച്ചുള്ള അകത്തുകയറി നിയമാനുസൃതം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കൈവശമുള്ള മൊബൈൽ ഉപയോഗിച്ച് ദൃശ്യം പകർത്തുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ വിവരം അറിയിക്കുകയും സബ് ഇൻസ്പെക്ടർ MK സുധാകരൻ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ രേഖാമൂലമുള്ള പരാതിയെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുനേർകുളം വടക്കേക്കാട് പഞ്ചായത്ത് പരിധിയിൽ ഭേദപ്പെട്ട പോളിംഗ്. വടക്കേക്കാട് പഞ്ചായത്തിൽ 20 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ നല്ല രീതിയിലുള്ള തിരക്കാണ് ദൃശ്യമായത്. വെള്ളിയാഴ്ച ദിവസമായതിനാലും പ്രദേശത്ത് ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമായതിനാലും രാവിലെ തിരക്ക് അനുഭവപ്പെട്ടു. തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 62, 63, 64 ബൂത്തുകളിൽ പന്തലൊരുക്കിയിരുന്നു. ഇത് വോട്ട് ചെയ്യാൻ എത്തിയവർക്ക് ആശ്വാസമായി. സെക്ടറൽ ഓഫീസർ L ലേഖയുടെ നേതൃത്വത്തിൽ ബൂത്തുകളിൽ പരിശോധനയും നടത്തി. പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എല്ലാ ബൂത്തുകളിലും CCTV ക്യാമറകളും സജ്ജീകരിച്ചിരുന്നു. വടക്കേക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് പെട്രോളിംഗും നടത്തിയിരുന്നു. മുൻ രാജ്യസഭാ MPയും തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസന ആസ്ഥാനത്തെത്തി അനുഗ്രഹാശംസകൾ തേടി. നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട യൂലിയോസ് മെത്രാപ്പൊലിത്തയെ അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ സ്നേഹാശംസകൾ മെത്രാപ്പൊലിത്ത സുരേഷ് ഗോപിയെ അറിയിച്ചു. ബസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുമായി തനിക്കുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം സുരേഷ് ഗോപി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അന്തിയുറങ്ങുന്ന ചാപ്പലിൽ പ്രാർത്ഥിച്ച് സ്മൃതിയോരം മ്യൂസിയം സന്ദർശിച്ചു. തനിക്ക് നൽകിയ സ്നേഹാദരവുകൾക്കും നന്ദി അറിയിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, ജില്ലാ കമ്മിറ്റി അംഗം KK മുരളി, കുന്നംകുളം ഭദ്രാസന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗിൽബർട്ട് ചീരൻ, ഡീക്കൻ റിനു പ്രിൻസ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കളഞ്ഞുകിട്ടിയ മോതിരം പോലീസിനെ ഏൽപ്പിച്ച് ജനപ്രതിനിധിയുടെ മാതൃക. ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ബൂത്ത് നമ്പർ 2-ൽ നിന്നാണ് പുനേർകുളം പഞ്ചായത്ത് വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രേമ സിദ്ധാർത്ഥന മോതിരം കളഞ്ഞുകിട്ടിയത്. ബൂത്ത് നമ്പർ 2-ൽ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു പഞ്ചായത്ത് അംഗം. ലഭിച്ച മോതിരം ബൂത്ത് ഇൻചാർജ് പോലീസ് ഓഫീസറുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് അവർ മടങ്ങിയത്. പുനേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി സ്കൂൾ PTA.
തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് സ്കൂളിൽ പോളിംഗ് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരുന്നത്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ വിശ്രമസ്ഥലത്ത് കസേരയും മേശയും ഒരുക്കിയിരുന്നു. കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ചുടുവെള്ളം, തണുത്ത വെള്ളം എന്നിവയും നൽകി. ശക്തമായ വെയിലിനെ പ്രതിരോധിക്കാൻ പന്തൽ സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ക്ഷീണം അകറ്റുവാനായി മോരും വെള്ളവും നൽകിയതായി PTA ഭാരവാഹികൾ പറഞ്ഞു. കോലഴിയിൽ നിന്നും വരവൂരിലേക്ക് സ്വപ്ന ഓടി വന്നത് വോട്ട് ചെയ്യാൻ. ഈറ്റ് എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ എന്ന സംഘടനയിലെ അംഗമായ ഓരോമാരിയിൽ സ്വപ്നയാണ് വോട്ട് രേഖപ്പെടുത്താൻ കോലഴിയിൽ നിന്നും വരവൂർ പഞ്ചായത്തിലേക്ക് കൂട്ടാളികളോടൊപ്പം ഓടിയെത്തിയത്. വ്യായാമത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വപ്നയും സംഘവും ഓടിയത്. സ്വപ്നയോടൊപ്പം VS സുബിൻ, TS ശരത്ത്, സുഗന്ധൻ, ബാബു ജോസഫ്, VK വിനയകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. പുലർച്ചെ 4:30 സുഹൃത്തുക്കളോടൊപ്പം ഓട്ടം ആരംഭിച്ചത്. 22 കിലോമീറ്റർ ഓടി രാവിലെ 8:30 പഞ്ചായത്ത് ഓഫീസിലെത്തി സ്വപ്ന വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാനാവകാശത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരണം നടത്തുവാനും കൂടിയാണ് ഇത്തരത്തിലൊരു ദൗത്യത്തിലേർപ്പെട്ടതെന്ന് സ്വപ്ന പറഞ്ഞു. ഞാൻ താമസം കോലഴിയാണ്, എനിക്ക് വോട്ട് വരവൂരാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങളിങ്ങനെ ഓട്ടത്തിന് എൻഡ്യൂറൻസ് വേണ്ടിയിട്ട് ഓട്ടത്തിന് പോകാറുള്ള ടീമാണ്. അപ്പോൾ വെറുതെ ഒരു ഐഡിയ തോന്നി, കുറച്ച് ആളുകളിലേക്ക് വ്യായാമത്തിൻ്റെ ആവശ്യകത എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റൺ പ്ലാൻ ചെയ്യാം. കോളേജ് തുടങ്ങി വരവൂർ വരെ ഓടി വന്നിട്ട് വോട്ട് രേഖപ്പെടുത്താൻ പറ്റും. 5 പേരുണ്ട്. ഇപ്പോൾ കുറേ പേരുണ്ട്, ഞങ്ങൾ 250ഓളം പേരുള്ള ടീമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇലക്ഷൻ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ പല സ്ഥലത്തായതുകൊണ്ട് ഇത്ര പേർക്ക് വരാൻ പറ്റുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും വന്നിരിക്കുന്നത്. വരവൂർ സ്വദേശിയായ സ്വപ്ന KSFE ജീവനക്കാരിയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ ജോസഫ് ചാലിശ്ശേരി കടവല്ലൂർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 33 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ വിജയം സുനിശ്ചിതമാണെന്നും ഭൂരിപക്ഷത്തിലെ വർധനവിനുള്ള പ്രവർത്തനം മാത്രമാണ് UDF മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളൂ എന്നും ചാലിശ്ശേരി മാസ്റ്റർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പിന്റെ വിധിയെഴുത്തിൽ കേരളത്തിൽ 20 സീറ്റും UDF നേടും. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു ജോസഫ് ചാലിശ്ശേരി. നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം സുനിശ്ചിതമാണ്. ഫാസിസ്റ്റ് വർഗീയ നയങ്ങൾക്കെതിരെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഉള്ള ഒരു വിധിയെഴുത്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി യുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. നരേന്ദ്രമോദിയുടെ ഈ ഇടയെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങളും ഒരു പരാജയഭീതി പ്രകടമാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കുന്നംകുളം നഗരസഭ. തെരഞ്ഞെടുപ്പിൽ അജൈവ വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് വിവിധ മുന്നണികൾക്ക് നഗരസഭ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ മാതൃക ഹരിത പോളിംഗ് ബൂത്ത് നഗരസഭ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് മോരുംവെള്ളം വിതരണം ചെയ്യുന്നതിന് ക്രമീകരിച്ച തണ്ണീർപന്തലാണ് മാതൃകാ പോളിംഗ് ബൂത്താക്കി മാറ്റിയത്. ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ ആവശ്യകതകൾ ഉൾക്കൊള്ളിച്ച് സന്ദേശങ്ങളും ഈ ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ 40 പോളിംഗ് ബൂത്തുകളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഈ മാലിന്യങ്ങൾ ഗ്രീൻ പാർക്കിലെത്തിച്ച് ജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിന് അയക്കും. എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മസേനാംഗങ്ങളുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്ക് കുന്നംകുളം അസംബ്ലി നിയോജകമണ്ഡലം ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ ആറ്റ്ലി P. ജോൺ, ഷീബ MS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിഷ്ണു PP, സജീഷ് PS എന്നിവർ നേതൃത്വം നൽകി. ഒരു മാതൃകാ ബൂത്ത് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അജൈവ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഇവിടെ നടന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. ചാലിശ്ശേരി പഞ്ചായത്തിലും ശക്തമായ പോളിംഗ് നടന്നു. രാവിലെ മുതൽ പഞ്ചായത്തിന്റെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പലയിടങ്ങളിലും നീണ്ട നിര കാണാമായിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 42, 43, 44 ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തിരക്ക് അല്പം കുറഞ്ഞെങ്കിലും 3 മണിയോടെ വോട്ടർമാരുടെ ശക്തമായ ഒഴുക്കായിരുന്നു.
പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി കൈപ്രമ്പ് സ്വദേശി കണിയത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കി ഗുരുവായൂരിലെ ലോഡ്ജിൽ വെച്ചും തിരുവനന്തപുരത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പറയുന്നു. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഹീമോഫീലിയ അടക്കമുള്ള രക്തസ്രാവ വൈകല്യങ്ങൾ ഉള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വർഷം തോറും നൽകിവരുന്ന കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ അവാർഡ് വാരണാസി ഹീമോഫീലിയ ചാപ്റ്റർ സ്ഥാപകൻ OP പാണ്ഡെയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 28 രാവിലെ 10 അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ 28ാം വാർഷിക പൊതുയോഗവും ലോക ഹീമോഫീലിയ ദിനാചരണവും ഇതോടൊപ്പം നടക്കും. സലാവുദ്ദീൻ, പെരിങ്ങോട്ടുകര കാനാടിമഠം മഠാധിപതി വിഷ്ണുഭാരതീയ സ്വാമികൾ, കോട്ടയം വിൻവേൾഡ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ TA ഷീല തുടങ്ങിയവർ പങ്കെടുക്കും. ഡോക്ടർ TA ഷീലയുടെ നേതൃത്വത്തിൽ ഹീമോഫീലിയ ക്ലിനിക്കും ജയദേവൻ, കലേഷ്, സംഗീത S, ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്കും IDA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെറിക് ജോസഫ്, ഡോക്ടർ രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡെന്റൽ ക്ലിനിക്കും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ ഭാരവാഹികളായ പ്രൊഫസർ NN ഗോകുൽദാസ്, സെക്രട്ടറി SB ബാഗീഷ്, അംഗങ്ങളായ TK പ്രശോഭ്, ഹസീന എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന ആചാര്യവർണ്ണത്തിന് ശേഷം ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറ്റം നടന്നത്. ഉത്സവത്തിന്റെ 6ാം ദിവസമായ ഏപ്രിൽ 29-ന് ഉത്സവ ബലി നടക്കും. അന്നേ ദിവസം വൈകിട്ട് വിശേഷാൽ ഇടയ്ക്ക നാദസ്വര പ്രദക്ഷിണവും ഉണ്ടാകും. 7ാം ദിവസമായ 30-ന് പള്ളിവേട്ട, മെയ് 1-ന് വൈകിട്ട് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തുടർന്ന് തിരിച്ചെഴുന്നള്ളി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് കൊടിയിറക്കം നടക്കും. പയ്യൂർക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വനിതാ സപ്താഹ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 20ാമത്തെ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞം ഏപ്രിൽ 20 ശനിയാഴ്ച മുതൽ ഏപ്രിൽ 27 ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലായാണ് നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് പയ്യൂർ മനക്കിലിൽ നിന്നാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. സ്ത്രീകളും കുട്ടികളും അണിനിരന്ന ഘോഷയാത്ര 6 മണിയോടെ യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നു. യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ നാരായൺജി മുംബൈയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര മണ്ഡപത്തിൽ സ്വീകരിച്ച് ചടങ്ങുകൾ നടത്തി. അപ്പം, സാരി പൂജ, മധുരപലഹാരങ്ങൾ എന്നിവ പ്രധാന വഴിപാടായി നടന്നു. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8:30 വരെയും 9:15 മുതൽ 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ 6 വരെയും ഭാഗവത പാരായണവും പ്രഭാഷണവും നടന്നുവരികയാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി ദിവസവും പ്രസാദ ഊട്ട് ഉണ്ടാകും. ശനിയാഴ്ച സപ്താഹത്തിന് സമാപനമാകും. 2004-ലാണ് പയ്യൂർക്കാവിൽ വനിതകളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് സപ്താഹത്തിന് തുടക്കം കുറിച്ചത്. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൃഷ്ണശിലയിൽ പുതുക്കി പണിയുന്ന ചുറ്റമ്പലത്തിന്റെ കല്ലിടൽ കർമ്മം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഏകദേശം 10 കോടി രൂപ ചെലവിൽ കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലം ചെമ്പോല മേഞ്ഞാണ് നിർമ്മിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർണ്ണമാകുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അറിയിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ KK ഗോവിന്ദദാസ്, P സുനിൽകുമാർ, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു എന്നിവരും സന്നിഹിതരായിരുന്നു. ചെന്നൈയിലെ സദ്ഗുരുദാസ് എന്ന ഭക്തന്റെ വകയായി ചന്ദനം അരയ്ക്കുന്നതിനുള്ള മെഷീൻ സമർപ്പണവും ഉണ്ടായിരുന്നു.
കുന്നംകുളം മത്സ്യ മാർക്കറ്റിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി മുള്ളത്ത് വീട്ടിൽ 56 വയസ്സുള്ള ജയനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. മത്സ്യ മാർക്കറ്റിന് സമീപത്തെ റോഡ് ഇറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ മതിൽ ഇടിച്ചു തകർത്ത് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ പതിയാരം മുരിങ്ങാത്തേരി വീട്ടിൽ നെൽസനാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ നെൽസനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വില്ലന്നൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി മർസുഖ് യാത്രയായി. 20 വർഷത്തിലേറെയായി പ്രവാസിയായിരുന്ന മർസുഖ് ദുബായിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരണമടയുകയായിരുന്നു. വില്ലന്നൂർ ചെമ്പ്രയൂർ പുത്തൻ പീടികയിൽ പരേതനായ മൊയ്തുണ്ണിയുടെ മകൻ മർസൂഖിന്റെ പെട്ടെന്നുണ്ടായ വേർപാടിന്റെ ദുഃഖത്തിലാണ് ഗ്രാമം. ദുബായിലെ ഖിസൈസിൽ അൽഖയാം ബേക്കറി നടത്തിവരികയായിരുന്ന മർസൂഖ് വ്യാഴാഴ്ചയായിരുന്നു മരണമടഞ്ഞത്. 4 മാസം മുൻപ് മർസൂഖിന്റെ പിതാവ് ശാന്തിപറമ്പിൽ മൊയ്തുണ്ണിയുടെ മരണത്തോടനുബന്ധിച്ചാണ് മർസൂഖ് അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത്. രാത്രി ദുബായിലെ വീട്ടിലെത്തിയ മർസൂഖിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്ക് പോകാനായി സ്വയം വാഹനത്തിനകത്തേക്കെത്തിയെങ്കിലും വാഹനമെടുക്കും മുമ്പ് മരണം പിടികൂടുകയായിരുന്നു. മണിക്കൂറുകൾക്കു ശേഷം ഭാര്യ സജിനയാണ് കാറിൽ നിശ്ചലമായിരിക്കുന്ന മർസൂഖിനെ കണ്ടത്. ഉടൻ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചിരിച്ചുകൊണ്ട് മാത്രം മുഖത്തു നോക്കിയിരുന്ന മർസൂഖിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോഴും ആ ചിരി മാഞ്ഞിരുന്നില്ല. നാട്ടിലെ ജീവകാരുണ്യ സേവന മേഖലയിൽ പങ്കാളിയായിരുന്ന മർസൂഖ് നാട്ടുകാർക്കും കുടുംബത്തിലും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. മൃതദേഹം വെള്ളിയാഴ്ച 11:30 വീട്ടിലെത്തിക്കുകയും 12:30 നാട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. കോതച്ചിറ മേലേത്തലക്കൽ സജന അലി ഭാര്യയാണ്. മുഹമ്മദ് മർജാൻ, അബ്ദുള്ള നിഖ്ദാം എന്നിവരാണ് മക്കൾ. CCTV ന്യൂസ് പെരുമ്പിലാവ്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊരട്ടിക്കര സ്വദേശി മരിച്ചു. കമ്മക്കാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ 44 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. 1.5 വർഷം മുൻപ് കൊരട്ടിക്കര പമ്പിന് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു. ഡിവൈഡർ കണ്ട് രാജേഷ് ബൈക്കിന്റെ വേഗത കുറച്ചതോടെ പുറകിലെത്തിയ സ്കൂട്ടർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജേഷ് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രി 8:30 മരണത്തിന് കീഴടങ്ങി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറെ പള്ളിക്ക് പിറകുവശം തെക്കേപ്പുറം മണ്ടുമ്പാൽ പരേതനായ ഇയ്യോബ് മകൻ ജോസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. കോതച്ചിറ പോസ്റ്റ് ഓഫീസ് റിട്ടയർ പോസ്റ്റ്മാൻ ആയിരുന്നു പരേതൻ. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോയ്സിയാണ് ഭാര്യ. ജിംസി, ജിക്സി എന്നിവർ മക്കളാണ്. വേലൂർ കോതകണ്ടത്ത് പരേതനായ തങ്കമണി നായർ ഭാര്യ ജാനകി അമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 വീട്ടുവളപ്പിൽ നടന്നു. പഴഞ്ഞി ചർച്ച് റോഡ് പുലിക്കോട്ടിൽ പരേതനായ മാണി മകൻ തമ്പി നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. റീനയാണ് ഭാര്യ. അധീന, അബീൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പോളിംഗ് അവസാനിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ്. പലയിടത്തും രാത്രി വൈകിയും നീണ്ട ക്യൂ. അന്തിമ കണക്ക് വന്നാലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായേക്കില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ജനത്തെ വലച്ച് വോട്ടിംഗ് മെഷീന്റെ മെല്ലെപ്പോക്ക്. വിവിപാറ്റ് മെഷീനിലെ സ്ഥിരീകരണവും സൂചനാ ശബ്ദവും പുറത്തുവരുന്നതിലുണ്ടായ വേഗതക്കുറവ് വ്യാപക പരാതിക്കിടയാക്കി. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM-UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. ആവേശപൂർവ്വം മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ. വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. കണക്കുകൂട്ടലുമായി രാഷ്ട്രീയ നേതൃത്വം. എരുമപ്പെട്ടി മേഖലയിൽ വോട്ട് ചെയ്യാനെത്തിയ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വേലൂരിൽ കാൽ വഴുതി വീണ് ഒരു സ്ത്രീക്ക് പരിക്ക്.
കേച്ചേരിയിൽ വോട്ട് ചെയ്യാനെത്തിയ മുതിർന്ന പൗരനായ വോട്ടർ കുഴഞ്ഞു വീണു. കടങ്ങോട്ടെ ഇടുങ്ങിയ പോളിംഗ് ബൂത്തിനെക്കുറിച്ച് പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വെള്ളാറ്റഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ ദേവസി പ്രേമ ദമ്പതികളുടെ മകൻ സിനോജിന്റെ 9ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.